നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹവും സമ്പാദ്യവും തുടങ്ങി എല്ലാത്തിനും അവകാശം പറയാൻ ആളുണ്ടാകും. ദുഃഖത്തിന് അവകാശം പറയാൻ ആരും ഉണ്ടാകില്ല. അത് പങ്കുവയ്ക്കുവാനും സ്വീകരിക്കുവാനും ആരും തയ്യാറാവുകയുമില്ല. മുതലെടുക്കുന്നവരുടെയല്ല, മുതൽക്കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നാമൊക്കെ കൂടുകൂട്ടേണ്ടത്. വീഴ്ചയിൽ താങ്ങായും തണലായും കൂടെ നിൽക്കേണ്ടവർ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചു പോയപ്പോൾ ജീവിതത്തിന്റെ മുൻപിൽ പകച്ചുപോയ വിജയൻ എന്ന കലാകാരന്റെ പച്ചയായ ജീവിതത്തിലെ സംഭവ ബഹുലമായ ജീവിത നേർക്കാഴ്ചയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒരു കാലത്ത് രജനീകാന്തിനെ പോലെയും വിജയകാന്തിനെ പോലെയും ഒക്കെ തമിഴ് സിനിമയിൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു വിജയൻ. ഉദരിപ്പൂക്കൾ വിജയനെന്നും മീശ വിജയനെന്നുമൊക്കെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. ഈ തലമുറയിൽ അദ്ദേഹം ഒരു പക്ഷേ വിസ്മൃതിയിലാണ്ട ഒരു നടനായിരിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതകഥ സംഭവ ബഹുലമാണ്. അത് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഒരു നടൻ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നിട്ട് മൂക്കുകുത്തി നിലം പതിച്ചാൽ എങ്ങനെയിരിക്കും? അതായിരുന്നു വിജയന്റെ ജീവിതം. വിജയന്റെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ മരണം വരെ ഒപ്പമുണ്ടായിരുന്ന തിരക്കഥാകൃത്ത് ശരത്ചന്ദ്രൻ വിജയനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്. വിജയന്റെ സൗഭാഗ്യം മഴവില്ല് പോലെ പലരെയും ഭ്രമിപ്പിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യം കാർമേഘം പോലെ പരിഭ്രമിപ്പിച്ചിട്ടുമുണ്ട്. സമ്പത്തും ദുരിതവുമൊക്കെ വളരെ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും കടിഞ്ഞാണില്ലാതെ ഓടി അലഞ്ഞ മനസ്സ് അവസാനം തളർന്നു വീഴുകയായിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദധാരിയായ വിജയൻ അരവിന്ദന്റെ ഉത്തരായണം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ മലയാള സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും അതൊന്നും അദ്ദേഹത്തെ വലിയ രീതിയിൽ അടയാളപ്പെടുത്തുന്നതായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും പിറവിയെടുത്ത മലയാള തിരക്കഥകൾ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഒരു കാലത്ത് ആർട്ട് പടങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ നടൻ സുകുമാരൻ സിനിമ അഭിനയം ഉപേക്ഷിച്ച് പോകാൻ തീരുമാനമെടുക്കുന്നു. ആ സമയത്ത് സുകുമാരന് യാദൃച്ഛികമായി കിട്ടിയ ഒരു ചിത്രമായിരുന്നു ബേബി സംവിധാനം ചെയ്ത ശംഖുപുഷ്പം എന്ന സിനിമ. വിജയന്റെ കഥയ്ക്ക് സുരാസു തിരക്കഥ എഴുതിയ ചിത്രമാണ് ശംഖുപുഷ്പം. അതിൽ നായകനായി അഭിനയിക്കാൻ നിശ്ചയിച്ചിരുന്നത് വിജയനെയായിരുന്നു. എന്നാൽ ആ സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം പിടിച്ച് കിടപ്പിലായി. അപ്പോൾ വിജയൻ തന്നെയാണ് ആ വേഷം ചെയ്യാനായി സുകുമാരന്റെ പേര് നിർദ്ദേശിച്ചത്. ശംഖുപുഷ്പം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം സിനിമ അഭിനയം ഉപേക്ഷിച്ച് പോകണമെന്നുള്ള തീരുമാനം നടൻ സുകുമാരൻ ഉപേക്ഷിച്ചു. തന്റെ തട്ടകം സിനിമ തന്നെയാണെന്ന് ഉറപ്പിച്ച് സിനിമയിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും തീരുമാനിച്ചു. പിന്നങ്ങോട്ട് സുകുമാരന്റെ ഒരു യുഗം തന്നെയായിരുന്നു. ശംഖുപുഷ്പത്തിന്റെ വിജയത്തിന് ശേഷം അതിന്റെ സംവിധായകൻ ബേബിക്ക് വേണ്ടി വിജയൻ തുടരെ തിരക്കഥകൾ രചിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം തിരക്കഥകൾ രചിച്ച ചിത്രങ്ങളാണ് കാത്തിരുന്ന നിമിഷം, അനുപല്ലവി, ലിസ തുടങ്ങിയവ. ലിസ ഒരു പ്രേതകഥയായിരുന്നു. ഇന്നത്തെ ലോക പോലെ ബമ്പർ ഹിറ്റുമായിരുന്നു. എന്നാൽ വിജയൻ തിരക്കഥ എഴുത്ത് കൂടാതെ സംവിധാനം കൂടി പഠിക്കാം എന്ന ആഗ്രഹവുമായി തമിഴ് സൂപ്പർ സംവിധായകനായ ഭാരതി രാജയോടൊപ്പം ചേരുന്നു. ഭാരതി രാജയുടെ കിഴക്കേ പോകും റെയിൽ എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്നു. ശംഖുപുഷ്പത്തിൽ സുകുമാരന് ലഭിച്ചതുപോലുള്ള ഒരു ഭാഗ്യം വിജയനും ഈ ചിത്രത്തിൽ ലഭിക്കുന്നു. കിഴക്കേ പോകും റെയിൽ എന്ന ചിത്രത്തിൽ ക്ലൈമാക്സിൽ വരുന്ന ഒരു പട്ടാളക്കാരന്റെ വേഷം ചെയ്യാമെന്നേറ്റിരുന്ന നടന് പെട്ടെന്നെന്തോ അസുഖം വരികയും അയാൾ അതിൽ നിന്ന് പിന്മാറുകയും ഭാരതി രാജ ആ വേഷം വിജയന് നൽകുകയും ചെയ്തു. കിഴക്കേ പോകും റെയിൽ എന്ന ഭാരതി രാജ ചിത്രം ശംഖുപുഷ്പം എന്ന ചിത്രത്തെക്കാളും സൂപ്പർ ഹിറ്റായിരുന്നു. ചെറുതാണെങ്കിലും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു വിജയൻ ആ ചിത്രത്തിൽ ചെയ്തത്. ഭാരതി രാജയുടെ തന്നെ ചിത്രമായ നിറം മാറാത്ത പൂക്കൾ, ആർ സെൽവരാജ് ആദ്യമായി സംവിധാനം ചെയ്ത പൊണ്ണ് ഊർക്ക് പുതിശ്, മഹേന്ദ്രൻ സംവിധാനം ചെയ്ത ഉതിരിപ്പൂക്കൾ എന്നീ ചിത്രങ്ങളിലെല്ലാം വിജയന്റെ ശ്രദ്ധിക്കപ്പെടുന്ന അഭിനയ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയങ്ങളുമായിരുന്നു. അന്ന് തമിഴ് സിനിമ അമിതാഭിനയം കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന കാലത്ത് വിജയന്റെ അഭിനയ മിതത്വം തമിഴ് സിനിമയിൽ ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിച്ചു. തമിഴ് സിനിമാ നിർമ്മാതാക്കൾ പണം നിറച്ച സൂട്ട്കേസുമായി ഡേറ്റിന് വേണ്ടി വിജയന്റെ പിന്നാലെ നടന്നു. അത്രത്തോളമായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ. അപ്പോഴും അദ്ദേഹം തന്റെ മലയാളികളായ പഴയ സ്നേഹിതന്മാരെയോ സിനിമയിൽ സഹായിച്ചവരെയോ മറന്നില്ല. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ മോഹൻ ആ ചിത്രം തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ നായകൻ വിജയനായിരുന്നു. വിജയന്റെ ഡേറ്റ് ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ പ്രോജക്റ്റ് നടന്നത്. തമിഴിൽ ആ ചിത്രത്തിന്റെ പേരായിരുന്നു സുജാത. അതുപോലെ തന്നെ KP കൊട്ടാരക്കര എന്ന നിർമ്മാതാവിന് ദുര സംവിധാനം ചെയ്ത തനിമരം എന്ന ചിത്രത്തിന് ഡേറ്റ് കൊടുത്ത് സഹായിച്ചു.
അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ഉയരങ്ങളിൽ എത്തിയിട്ടും അഹങ്കാരം തൊട്ട് തീണ്ടാത്ത, എല്ലാവരോടും സ്നേഹവും കരുണയും ഒക്കെയുള്ള ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. അന്ന് മദ്രാസിൽ വിജയൻ താമസിച്ചിരുന്നത് സംവിധായകൻ ബേബിയുടെ കുടുംബത്തോടൊപ്പമായിരുന്നു. ബേബിയുടെ ഭാര്യ മുൻകൈയെടുത്താണ് വിജയന്റെ വിവാഹം നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രി E.K. നയനാരുടെ സഹോദര പുത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജു. വിവാഹശേഷം വിജയനും മഞ്ജുവും വേറെ മാറി താമസം ആരംഭിച്ചു. അവർക്ക് ഒരു പെൺകുഞ്ഞും ജനിച്ചു. ഇതിനിടയിൽ രജനീകാന്തിന്റെയും വിജയകാന്തിന്റെയും ഒക്കെ സിനിമകൾ കത്തിക്കയറാൻ തുടങ്ങിയപ്പോൾ വിജയന്റെ പടങ്ങൾ പരാജയം ഏറ്റുവാങ്ങാൻ തുടങ്ങി. കാലക്രമേണ ആ പരാജയം പൂർണ്ണമായി എന്ന് തന്നെ പറയാം. അപ്പോഴേക്കും വിജയൻ മദ്യത്തിന് അടിമയായി കഴിഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം ഉൾപ്പെടെ എല്ലാം താറുമാറാക്കി. ഇതിനിടയിൽ ഒന്ന് രണ്ട് മലയാള സിനിമകളിൽ നായകനായി വേഷമിട്ടുവെങ്കിലും അതെല്ലാം കടുത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങി. ആ സമയത്ത് എന്റെ സ്നേഹിതനായ T.S. മോഹൻ സംവിധാനം ചെയ്ത വിധിച്ചതും കൊതിച്ചതും എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഞാനുമായി സൗഹൃദം ആരംഭിക്കുന്നത്. ഇടയ്ക്കൊക്കെ അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന RK ലോഡ്ജിൽ എന്നെ തേടി വരുമായിരുന്നു. ഒരിക്കൽ വൈകുന്നേരം ഞാനുമായി RK ലോഡ്ജിന്റെ ടെറസിൽ നിൽക്കുമ്പോൾ റോഡിന്റെ എതിർവശത്തുള്ള നീണ്ട നിരയിലുള്ള കുടിലുകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും എല്ലാം ഇറങ്ങി വന്ന് വിജയൻ വിജയൻ എന്ന് വിളിച്ച് കൈപൊക്കി അഭിവാദ്യം ചെയ്ത് വലിയൊരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചത് ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. താരജാടകളൊന്നുമില്ലാതെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അവരോട് സ്നേഹം പങ്കിട്ടു. കൈകൾ ഉയർത്തി അവരെയും അഭിവാദ്യം ചെയ്തു. പിന്നീട് സിനിമയും കുടുംബജീവിതവും ഇല്ലാതായ അദ്ദേഹത്തിന്റെ ജീവിതം കൂടുതൽ സങ്കീർണതയിലേക്ക് എത്തപ്പെട്ടു. സാമ്പത്തികമായി അദ്ദേഹം തകർന്നടിഞ്ഞു. പണ്ട് തന്റെ പണം കൈകാര്യം ചെയ്ത് കൂടെ നിന്നവരൊക്കെ കോടീശ്വരന്മാരും വലിയ ബിസിനസ്സുകാരും ഒക്കെയായി മാറി. അന്ന് വിജയൻ പണത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. തിരക്കുകൾ കാരണം അതിനൊന്നും സമയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിജയന്റെ വീഴ്ചയിലോ ബുദ്ധിമുട്ടിലോ ഇവരാരും തന്നെ അദ്ദേഹത്തിന് കൈത്താങ്ങായില്ല. പണ്ട് വിജയൻ സഹായിച്ചിട്ടുള്ള കൂട്ടുകാർ പോലും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. അവസാന നാളുകളിൽ വിജയൻ ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കഥാകൃത്ത് ശരത്ചന്ദ്രനോടൊപ്പമായിരുന്നു. ഇതിനിടെ നടി ഖുഷ്ബുവിന്റെ ഭർത്താവായ C. സുന്ദർ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിലേക്ക് വിജയനെയും കാസ്റ്റ് ചെയ്യുന്നു. ആയുധം സെയ്വേൻ എന്ന ചിത്രത്തിലേക്ക് വേണ്ടി 50,000 രൂപ അഡ്വാൻസും കൊടുത്തു. 2 ദിവസം വിജയൻ ആ ചിത്രത്തിൽ അഭിനയിച്ചു. അടുത്ത ദിവസം വിജയന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. ആ ദിവസം മദ്രാസിലെത്തിയ നെടുമുടി വേണുവുമായി ഹോട്ടലിൽ പകൽ ഒത്തുകൂടി. ശരത്ചന്ദ്രൻ പറയുന്നു, തൊട്ടടുത്ത ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന അദ്ദേഹം രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്തു കുടിക്കുന്നു. അതിനുശേഷം ഫ്രിഡ്ജിനടുത്തിട്ടിരുന്ന ഒരു കസേരയിൽ ചാരിയിരുന്നു. അപ്പോഴേക്കും അവിടെയുള്ളവർ എഴുന്നേറ്റ് എന്തു പറ്റി എന്ന് ചോദിച്ചടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വിയർത്ത് കുളിച്ചിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ അവർ അടുത്തുള്ള സൂര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനായി കഠിന പരിശ്രമം നടത്തിയെങ്കിലും അതൊക്കെ നിഷ്ഫലമായി. ആ വലിയ കലാകാരൻ വേദനയും കഷ്ടപ്പാടും ദുഃഖവുമൊന്നുമില്ലാത്ത ലോകത്തിലേക്ക് യാത്രയായി. ശരത്ചന്ദ്രൻ പറയുന്നു, ആ മൃതശരീരം ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ കൂടെ ഉണ്ടാകേണ്ടവർ എത്തിയില്ല എന്ന്. അവരൊക്കെ അപ്പോൾ ചെന്നൈയിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു താനും. അവിടെ വന്ന് വിജയന്റെ ചേതനയേറ്റ മുഖം നോക്കി പൊട്ടിക്കരഞ്ഞ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിജയന്റെ ഉയർച്ചയ്ക്ക് വഴിവെട്ടിയ ഭാരതി രാജ എന്ന സംവിധായകൻ മാത്രം. പ്രിയ വിജയന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.